Tonight the Lord told me, ഇന്ന് ദൈവം എന്നോട് പറഞ്ഞു, as he promised in Revelation 3:8, വെളിപ്പാട് 3:8 കർത്താവായ യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തതുപോലെ, my children, എന്റെ കുഞ്ഞുങ്ങളെ, I am setting an open door before you. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. No man, no woman can shut it. ഒരു സ്ത്രീക്കും ഒരു പുരുഷനും അത് അടയ്ക്കുവാൻ സാധിക്കുകയില്ല. Tonight God is opening the door of blessing before you. ഇന്ന് ദൈവം നിങ്ങൾക്ക് മുൻപിൽ അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നു വെക്കുന്നു. Nobody can shut it. ആർക്കും അത് അടയ്ക്കുവാൻ കഴിയുകയില്ല. Even you cannot shut it anymore. നിങ്ങൾക്ക് പോലും അത് അടയ്ക്കുവാൻ സാധിക്കുകയില്ല. Because Jesus Christ is the door. കാരണം യേശുക്രിസ്തുവാകുന്നു വാതിൽ. He has the keys to the doors of heaven and hell. സ്വർഗത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുവിന്റെ പക്കലുണ്ട്. Today, as you invite him to come into your heart, opening your heart's door, ഇന്ന് നിങ്ങൾ ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് യേശുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ, Jesus is coming into your heart. യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നു. And he's opening your heart, opening your life for you to receive the blessing and blessing and blessing all through your life. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ സാധിക്കത്തക്കവണ്ണം യേശു നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കുന്നു. Your hearts and your life's door will never shut to God's blessings from today. ദൈവത്തിന്റെ അനുഗ്രഹത്തിന് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിന്റെയും ഹൃദയത്തിന്റെയും വാതിൽ അടയുകയില്ല. God is setting an open door for you. ദൈവം നിങ്ങൾക്ക് മുൻപിൽ ഒരു വാതിൽ തുറന്നു വെക്കുന്നു. Just praise him. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവിൻ. Just praise him. ദൈവത്തെ സ്തുതിക്കുവിൻ. Until now you may be saying, my heart, my life is close to blessings from God. നിങ്ങൾ ഇതുവരെ ഇപ്രകാരം പറഞ്ഞിരിക്കാം, എന്റെ ജീവിതവും ഹൃദയവും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് അടയ്ക്കപ്പെട്ടിരിക്കുന്നു. But tonight Jesus is having compassion on everyone. എന്നാൽ ഇന്ന് യേശുക്രിസ്തു നിങ്ങൾ എല്ലാവരോടും മനസ്സലിയുന്നു. He's setting the door open. യേശു നിങ്ങൾക്ക് മുൻപിൽ വാതിൽ തുറന്നു വെക്കുന്നു. Because he went through death himself. കാരണം യേശു തന്നെ മരണത്തിലൂടെ കടന്നുപോയി. The death that you're going through because of your unemployment. നിങ്ങളുടെ തൊഴിലില്ലായ്മ നിമിത്തം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മരണത്തിന്റെ അനുഭവത്തിലൂടെ, The death that you're going through because of the sin and guilt and curse. പാപവും കുറ്റബോധവും ശാപവും നിമിത്തം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മരണത്തിന്റെ അനുഭവത്തിലൂടെ, The death that you're going through because of your failure in your exam. പരീക്ഷയിൽ പരാജയപ്പെട്ടതുകൊണ്ട് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മരണത്തിന്റെ അനുഭവത്തിലൂടെ, The death that you're going through because of your financial problems. സാമ്പത്തിക പ്രയാസങ്ങൾ നിമിത്തം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മരണത്തിലൂടെ, The death that you're going through because of the demonic oppressions. ദുരാത്മാക്കളുടെ പീഡന നിമിത്തം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന The മരണത്തിലൂടെ, death that you're going through because of the wicked people who hate you. നിങ്ങളെ വെറുക്കുന്ന ദുഷ്ട മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ നിമിത്തം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മരണത്തിലൂടെ, Jesus went through those deaths. യേശുക്രിസ്തു ആ മരണത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. Went into the grave. യേശു ആ കല്ലറയിലേക്ക് കടന്നു ചെന്നു. And he endured the death that you and I are going through in our life. നിങ്ങളും ഞാനും ജീവിതത്തിൽ കടന്നുപോകുന്ന ആ മരണത്തെ യേശുക്രിസ്തു അനുഭവിച്ചറിഞ്ഞു. But on the third day, എന്നാൽ 3-ാം ദിവസം Jesus rose up from the dead. യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. Destroy the powers of death. മരണത്തിന്റെ ശക്തികളെ തകർത്തെറിഞ്ഞുകൊണ്ട് And the door of his grave opened. യേശുവിന്റെ കല്ലറയുടെ വാതിൽ തുറക്കപ്പെട്ടു. The stone was rolled away. ആ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടു. And Jesus rose up alive. യേശുക്രിസ്തു ജീവനോടെ ഉയർത്തെഴുന്നേറ്റു. Jesus rose up alive. യേശു ജീവനോടെ ഉയർത്തെഴുന്നേറ്റു. He went through that closed door of death and he came alive. മരണത്തിന്റെ അടയ്ക്കപ്പെട്ട വാതിൽ മുഖാന്തരം യേശുക്രിസ്തു കടന്നുപോയി. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. Even today he is alive. ഇന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്നു. Jesus is alive. യേശുക്രിസ്തു ജീവിക്കുന്നു. Yeshu's in the head. യേശു ജീവിക്കുന്നു. He is alive. യേശു ജീവിക്കുന്നു. Where is he alive? എവിടെയാണ് യേശു ജീവിക്കുന്നത്? Where is he today? ഇന്ന് യേശു എവിടെയാണ്? In your heart. നിങ്ങളുടെ ഹൃദയത്തിൽ. In your heart. നിങ്ങളുടെ ഹൃദയത്തിൽ. In your heart. നിങ്ങളുടെ ഹൃദയത്തിൽ. Say, in my heart. പറയുവിൻ, എന്റെ ഹൃദയത്തിൽ. Hallelujah, in my heart. ഹല്ലേലൂയ, എന്റെ ഹൃദയത്തിൽ. Jesus is alive. യേശുക്രിസ്തു ജീവനോടിരിക്കുന്നു. He has defeated death. യേശു മരണത്തെ പരാജയപ്പെടുത്തി. And he has risen up alive. യേശു ജീവനോടെ ഉയർത്തെഴുന്നേറ്റു. And Jesus says, യേശു പറയുന്നു,
Because I live, ഞാൻ ജീവിക്കുന്നതുകൊണ്ട് you will live also. നിങ്ങളും ജീവിക്കും. You will live also. നിങ്ങളും ജീവിക്കും. You will not die in your unemployment. നിങ്ങൾ തൊഴിലില്ലായ്മ നിമിത്തം മരിക്കുകയില്ല. You will not die in your drinking. നിങ്ങൾ മദ്യപാനം നിമിത്തം മരിക്കില്ല. You will not die in your demonic oppression. നിങ്ങൾ പൈശാചിക പീഡനങ്ങളിൽ മരിച്ചു പോകില്ല. You will not die in your problems in your family relationships. നിങ്ങൾ കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ നിമിത്തം മരണപ്പെടുകയില്ല. Today open your heart to me, my child. എന്റെ കുഞ്ഞെ, ഇന്ന് നീ നിന്റെ ഹൃദയം എനിക്ക് വേണ്ടി തുറക്കൂ. Tell Jesus. യേശുവിനോട് പറയുവിൻ, യേശുവേ. Tell me, Jesus. എന്നോട് പറയുവിൻ, യേശുവേ. Come into my heart. എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. Come into my heart. എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. Don't worry about what others will say. മറ്റുള്ളവർ എന്ത് പറയുമെന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. Nobody can help you in the world. ഈ ലോകത്തിൽ ആർക്കും നിങ്ങളെ സഹായിക്കാനാവില്ല. Because nobody has defeated death as Jesus has defeated death. കാരണം യേശുക്രിസ്തു മരണത്തെ പരാജയപ്പെടുത്തിയതുപോലെ ആരും മരണത്തെ തോൽപ്പിച്ചിട്ടില്ല. Nobody rose up from the dead. ആരും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. Nobody is alive as Jesus is alive. യേശുക്രിസ്തു ജീവിക്കുന്നത് പോലെ ആരും ജീവനോടിരിക്കുന്നില്ല. Don't worry about anybody. മറ്റുള്ളവർ എന്ത് പറയുമെന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. Don't worry about the world. ലോകം എന്ത് പറയുമെന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. Just turn your heart to Jesus. നിങ്ങൾ ഹൃദയം യേശുവിലേക്ക് തിരിക്കുവിൻ. Now he is here. ഇപ്പോൾ യേശു ഇവിടെയുണ്ട്. You don't need to go anywhere to find Jesus. നിങ്ങൾ യേശുവിനെ കണ്ടെത്തുവാൻ മറ്റെങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. Wherever you are, if you call the name of Jesus, he will come to you. നിങ്ങൾ എവിടെയാണെങ്കിലും യേശുവേ എന്ന് വിളിച്ചാൽ യേശു നിങ്ങളുടെ അരികിലെത്തും. Now cry to God. ഇപ്പോൾ ദൈവത്തോട് നിലവിളിക്കുവിൻ. Say, Jesus, യേശുവേ, come into me now. എന്നിലേക്ക് വരണമേ. Come into me ഇപ്പോൾ now. എന്നിലേക്ക് വരണമേ. The Holy Spirit is bringing the Lord Jesus, God himself into you. പരിശുദ്ധാത്മാവ് ദൈവത്തെ തന്നെ നിങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. He is rising up within you. യേശു നിങ്ങളിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. When he comes into you, യേശു നിങ്ങളിലേക്ക് വരുമ്പോൾ what should you do? നിങ്ങൾ എന്ത് ചെയ്യും? Give up your sins. നിങ്ങൾ പാപങ്ങൾ ഉപേക്ഷിക്കും. Proverbs 28 and verse 13. സദൃശ്യവാക്യങ്ങൾ 28:13 വാക്യം. He who conceals his sin will not prosper. അവിടെ വചനം വ്യക്തമായി പറയുന്നു, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവനെ ശുഭം വരികയില്ല. But when Jesus comes to you, എന്നാൽ യേശു നിങ്ങളിലേക്ക് വരുമ്പോൾ if you confess your sins, നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ, according to 1 John 1:9, 1 യോഹന്നാൻ 1:9 വാക്യപ്രകാരം, and as you say, Lord, I am forsaking my നിങ്ങൾ sin. ഇങ്ങനെ പറയുകയാണെങ്കിൽ, ദൈവമേ, ഞാൻ എന്റെ പാപങ്ങൾ ഉപേക്ഷിക്കുന്നു. I don't want to drink anymore. ഞാൻ ഇനി മദ്യപിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. I will not be wicked to my wife or to my ഞാൻ husband. ഇനി എന്റെ ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് ദുഷ്ടത പ്രവർത്തിക്കില്ല. I will not take bribes. ഞാൻ ഒരിക്കലും കൈക്കൂലി വാങ്ങുകയില്ല. I will not do lustful things. ഞാൻ ഒരിക്കലും ജഡീകമായ കാര്യങ്ങളിൽ ഏർപ്പെടില്ല. Give me grace. എനിക്ക് കൃപ നൽകണമേ. I am giving up my sin. ഞാൻ എന്റെ പാപങ്ങൾ ഉപേക്ഷിക്കുന്നു. As you say that to Jesus, നിങ്ങൾ അപ്രകാരം യേശുവിനോട് he പറയുമ്പോൾ will come in and resurrect you from your sins. യേശു നിങ്ങളുടെ അരികിൽ വരും, പാപത്തിൽ നിന്ന് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. Sin makes you die. പാപം നിങ്ങളെ മരണത്തിലേക്ക് നയിക്കുന്നു. Romans 6:23. റോമർ 6:23. The wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. The wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എന്നാൽ When the grace of God comes, it gives us eternal life through the forgiveness of sin from Jesus. എന്നാൽ ദൈവത്തിന്റെ കൃപ നിങ്ങളിലേക്ക് വരുമ്പോൾ യേശുവിന്റെ പാപക്ഷമയിലൂടെ അത് നിങ്ങൾക്ക് നിത്യജീവൻ You may have നൽകുന്നു. done the worst sins, ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും മോശമായ പാപം ചെയ്തിരിക്കാം. but you must know you have company. എന്നാൽ നിങ്ങൾക്ക് കൂട്ടുകെട്ടുകൾ ഉണ്ടെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. There are a lot of sinners here, ഇവിടെ ധാരാളം പാപികളുണ്ട്, including me, who has been a sinner, but Jesus destroyed the sin and changed me to be his child. ഞാനും പാപിയാണ്, എന്നാൽ യേശുക്രിസ്തു പാപത്തെയെല്ലാം നശിപ്പിച്ചു, എന്നെ യേശുവിന്റെ പൈതലാക്കി തീർത്തു. He will change you. യേശു നിങ്ങളെയും He will മാറ്റും. transform you. യേശു നിങ്ങളെ You രൂപാന്തരപ്പെടുത്തും. you will become a child of God. നിങ്ങൾ ദൈവത്തിന്റെ പൈതലായി തീരും. All your drinking will go away today. മദ്യപാനമെല്ലാം നിങ്ങളെ വിട്ടു പോകും. Praise the Lord. ദൈവത്തെ In സ്തുതിക്കുവിൻ. Luke chapter 7, ലൂക്കോസ് 7-ാം there അധ്യായം. was a lady who was called sinner, sinner, sinner by everybody. അവിടെ എല്ലാവരും പാപിയെന്ന് വിളിച്ചാക്ഷേപിച്ച ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. She could not go anywhere. അവൾക്ക് എങ്ങോട്ടും പോകുവാൻ The കഴിഞ്ഞില്ല. door for her life was closed. അവളുടെ ജീവിതത്തിന്റെ വാതിൽ If she അടയ്ക്കപ്പെട്ടിരുന്നു. goes out, everybody will say, sinner, kill her, throw her out, and disown her.
അവൾ പുറത്തേക്ക് പോകുകയാണെങ്കിൽ അവളെ കാണുന്ന എല്ലാവരും പറയും, അവൾ ഒരു പാപിയാണ്, അവളെ കൊന്നുകളയൂ, അവളെ വീട്ടിൽ നിന്ന് തള്ളി പുറത്താക്കൂ. So she was afraid to go outside. അതുകൊണ്ട് പുറത്തേക്ക് പോകുവാൻ തന്നെ അവൾ വളരെയധികം ഭയപ്പെട്ടിരുന്നു. But when she heard that Jesus was coming into her city, എന്നാൽ യേശുക്രിസ്തു തന്റെ നഗരത്തിലേക്ക് വരുന്നുവെന്ന് അവൾ കേട്ടപ്പോൾ she ran into the house where Jesus came അവൾ യേശു ആയിരുന്ന ആ ഭവനത്തിലേക്ക് ഓടിച്ചെന്നു. and fell at his feet, അവൾ യേശുവിന്റെ കാൽക്കൽ വീണു. cried and cried for her sins, അവൾ തന്റെ പാപങ്ങൾ ഓർത്ത് യേശുവിനോട് and നിലവിളിച്ചു. said, "Forgive me." She was saying from the heart, "Forgive me, Lord. Turn me from being a അവൾ തന്റെ sinner." ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് നിലവിളിക്കുകയായിരുന്നു, കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, എന്നെ ഈ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് മാറ്റണമേ. I'm tired of being called a sinner and being shut in the world. എല്ലാവരും പാപി 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 എന്ന് വിളിച്ച് എന്നെ ആക്ഷേപിക്കുന്നു, ലോകം എന്നെ വെറുക്കുന്നു, ഞാൻ തളർന്നു പോയിരിക്കുന്നു. She wet the feet of Jesus with her tears അവൾ തന്റെ കണ്ണുനീർ കൊണ്ട് യേശുവിന്റെ പാദങ്ങൾ കഴുകി, and wiped his feet with her hair. തന്റെ തലമുടി കൊണ്ട് യേശുവിന്റെ പാദങ്ങൾ തുവർത്തി. People in the room shouted, "Sinner, sinner, sinner." ആ മുറിയിലുള്ള എല്ലാവരും വിളിച്ചു പറഞ്ഞു, അവൾ ഒരു പാപിയാണ്, അവൾ ഒരു പാപിയാണ്. But she was not afraid. എന്നാൽ അവൾ അതൊന്നും കേട്ട് ഭയപ്പെട്ടില്ല. She said, "I want the door of blessing in my life to be open." അവൾ ഇപ്രകാരം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I am asking forgiveness from Jesus. ഞാൻ യേശുവിനോട് പാപക്ഷമ യാചിക്കുന്നു. Only Jesus can forgive me because he knew no sin. യേശുവിന് മാത്രമേ എന്നോട് ക്ഷമിക്കുവാൻ സാധിക്കുകയുള്ളൂ, കാരണം പാപം എന്താണെന്ന് യേശുവിന് അറിയില്ല. Only Jesus can forgive me because he became sin for me. യേശു എനിക്ക് വേണ്ടി പാപമായി തീർന്നതുകൊണ്ട് യേശുവിന് മാത്രമേ എന്നോട് ക്ഷമിക്കാനാകൂ. 1 Corinthians 5:21 says so. 1 കൊരിന്ത്യർ 5:21 അപ്രകാരം പറയുന്നു. Only Jesus can forgive me from my sins because he went to the cross and he took all my sins upon himself and was a sacrifice for my sins to be forgiven. യേശുവിന് മാത്രമേ എന്നോട് ക്ഷമിക്കുവാൻ സാധിക്കുകയുള്ളൂ, കാരണം എന്റെ പാപങ്ങൾ തന്റെ മേൽ വഹിച്ചുകൊണ്ട് യേശു ക്രൂശിൽ ഒരു യാഗമായി തീർന്നു. She said, "Jesus, only you can open the door for my sins to be അവൾ forgiven." യേശുവിനോട് പറഞ്ഞു, യേശുവേ, എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിനുള്ള വാതിൽ തുറക്കുവാൻ അങ്ങേക്കേ കഴിയൂ. I am leaving my sins. ഞാൻ എന്റെ പാപങ്ങൾ ഉപേക്ഷിക്കുന്നു. Open the door for forgiveness for me. എനിക്ക് വേണ്ടി പാപക്ഷമയുടെ വാതിൽ തുറക്കണമേ. Jesus was moved with compassion. യേശു ആ സ്ത്രീയോട് മനസ്സലിഞ്ഞു. He said, "Go in peace. യേശു പറഞ്ഞു, സമാധാനത്തോടെ പോകാം, Your sins are forgiven." നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. I am opening the door for the forgiveness of your sins. ഞാൻ നിന്റെ പാപക്ഷമയ്ക്കുള്ള വാതിൽ തുറക്കുകയാണ്. I am opening the door for you to live not as a sinner but as a forgiven child of God. പാപക്ഷമ പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെന്ന രീതിയിൽ ജീവിക്കുന്നതിനു വേണ്ടി ഞാൻ നിനക്കായി വാതിൽ തുറക്കുന്നു. Tonight Jesus is opening that door for you. ഇന്ന് യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ആ വാതിൽ How തുറക്കുകയാണ്. many of you say, "I want freedom from sin. നിങ്ങളിൽ എത്ര പേർ പ്രകാരം പറയുന്നുണ്ട്, എനിക്ക് പാപത്തിൽ നിന്ന് മോചനം വേണം, I want to be a child of God"? എനിക്ക് ദൈവത്തിന്റെ പൈതലായി തീരണം? Raise your hands and tell Jesus, നിങ്ങൾ കരങ്ങൾ ഉയർത്തി യേശുവിനോട് പറയുവിൻ, "Open the door for forgiveness, Lord. പിതാവേ, എനിക്ക് വേണ്ടി പാപക്ഷമയുടെ വാതിൽ തുറക്കണമേ. Open the door of my life to have freedom from all sins of the world." ലോകത്തിന്റെ സകല പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനെ എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കണമേ. Open the door of my life where everybody will call me a child of God, child of God, child of God. എല്ലാവരും എന്നെ ദൈവ പൈതൽ, ദൈവ പൈതൽ, ദൈവ പൈതൽ എന്ന് വിളിക്കത്തക്കവണ്ണം എന്റെ ജീവിതത്തിൽ അങ്ങ് എനിക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ തുറക്കണമേ. No more sinner. ഇനി ഞാനൊരു പാപിയായിരിക്കരുത്. Let me go into the world as the child of God. ഞാൻ ഒരു ദൈവ പൈതലായി ലോകത്തിലേക്ക് പുറപ്പെട്ട് Come ചെല്ലട്ടെ. on, cry to God now. വരൂ, ഇപ്പോൾ ദൈവത്തോട് നിലവിളിക്കുവിൻ. Father, listen to the cry of your children. പിതാവേ, അങ്ങയുടെ മക്കളുടെ നിലവിളി കേൾക്കണമേ. None of us are holy. ഞങ്ങൾ ആരും വിശുദ്ധരല്ല. All of us need forgiveness tonight. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് പാപക്ഷമ ആവശ്യമാണ്. Jesus, യേശുവേ, wash us with your blood. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. Cleanse us with your blood. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ Let ശുദ്ധീകരിക്കണമേ. every sin come out. സകല പാപവും പുറത്തു വരട്ടെ. Let everything that is locked in our lives because of sin leave in Jesus' name.
പാപം നിമിത്തം ഞങ്ങളുടെ ജീവിതത്തിൽ കുമിഞ്ഞു കൂടിയിരിക്കുന്ന സകല ദുർഗുണങ്ങളും യേശുവിന്റെ നാമത്തിൽ Let വിട്ടുപോകട്ടെ. the wrong thoughts come out. തെറ്റായ ചിന്തകൾ പുറത്തു വരട്ടെ. Anger come out. കോപം ഞങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. Jealousy come out. അസൂയ ഞങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. Criticism spirit come out. വിമർശിക്കുന്ന ദുരാത്മാവ് ഞങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. Lust come out. ജഡമോഹം പുറത്തു വരട്ടെ. Fear come out. ഭയം പുറത്തു വരട്ടെ. Lord, we want Jesus and freedom in Jesus. കർത്താവേ, ഞങ്ങൾക്ക് യേശുവിനെയും യേശുവിലൂടെയുള്ള സ്വാതന്ത്ര്യവും To be ആവശ്യമാണ്. more than a conqueror as the child of God. ദൈവ പൈതൽ എന്ന നിലയിൽ പൂർണ്ണ ജയം പ്രാപിച്ചവരായി തീരുവാൻ Father, give that grace to everybody. പിതാവേ, ആ കൃപ എല്ലാവർക്കും നൽകണമേ. Everybody open your mouth എല്ലാവരും വായ് തുറക്കുവിൻ. and say, Jesus, യേശുവേ എന്ന് വിളിക്കുവിൻ. Jesus, യേശുവേ, have mercy on me. ഞങ്ങളോട് മനസ്സലിയണമേ. Forgive me. എന്നോട് ക്ഷമിക്കണമേ. Cleanse me. എന്നെ കഴുകി വെടിപ്പാക്കണമേ. Change me. എന്നെ രൂപാന്തരപ്പെടുത്തണമേ. Release me from sin. പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. I want freedom. എനിക്ക് സ്വാതന്ത്ര്യം വേണം. Open the door. എനിക്ക് വേണ്ടി വാതിൽ തുറക്കണമേ. Make me your child. എന്നെ അങ്ങയുടെ പൈതലാക്കി Let me തീർക്കണമേ. live as God's child. ഞാൻ ദൈവ പൈതലായി ഈ ലോകത്തിൽ ജീവിക്കട്ടെ. Amen. ആമേൻ. The devil who has brought sin is leaving out of your life. നിങ്ങളിൽ പാപം ജനിപ്പിച്ച പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്നു. The devil who has brought sin in your life is falling as lightning away from നിങ്ങളുടെ your life. ജീവിതത്തിലേക്ക് പാപം കൊണ്ടുവന്ന പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മിന്നൽ പോലെ വീണു The പോകുന്നു. door of God's forgiveness is coming. ദൈവത്തിന്റെ പാപക്ഷമയുടെ വാതിൽ തുറക്കപ്പെടുന്നു. The door of God's forgiveness is opening. ദൈവത്തിന്റെ പാപക്ഷമയുടെ വാതിൽ തുറക്കപ്പെടുന്നു. When you go back, leave all your sinful acts. God will give you victory. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ സകല പാപപ്രവൃത്തികളും ഉപേക്ഷിക്കുവിൻ. ദൈവം നിങ്ങൾക്ക് വിജയം നൽകും. Do not be afraid. നിങ്ങൾ ഭയപ്പെടേണ്ട. You have given your life to Jesus now. നിങ്ങൾ നിങ്ങളുടെ ജീവിതം യേശുവിന് Your സമർപ്പിച്ചിരിക്കുന്നു. family will prosper because you have given your life to Jesus. നിങ്ങൾ ജീവിതം യേശുവിന് സമർപ്പിച്ചതുകൊണ്ട് നിങ്ങളുടെ കുടുംബം സമൃദ്ധി പ്രാപിക്കും. No more death of sin. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പാപം നിമിത്തം മരണമുണ്ടാകില്ല. Secondly, രണ്ടാമതായി, the death caused by the devil will stop. പിശാച് നിമിത്തമുണ്ടാകുന്ന മരണം കുടുംബ ജീവിതത്തിൽ നിന്നുപോകും. John 10:10. യോഹന്നാൻ 10:10. The devil comes to steal, to kill and to destroy. പിശാച് അറുപ്പാനും മോഷ്ടിപ്പാനും മുടിപ്പാനും വരുന്നു. The devil puts you in darkness, in the fear of death, and makes you lose the hope in your life. പിശാച് നിങ്ങളെ മരണഭയമെന്ന അന്ധകാരത്തിലേക്ക് തള്ളിയിടുന്നു. ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടുന്നതിന് വേണ്ടി അവൻ സകലതും ചെയ്യുന്നു. Mark 5:5. മർക്കോസ് 5:5 വാക്യത്തിൽ Demons came into a man, ദുരാത്മാക്കൾ വന്ന് ഒരു മനുഷ്യന്റെ മേൽ ആവസിക്കുന്നു. and the demons made him throw away his dress and become naked. ദുരാത്മാക്കളുടെ പ്രവർത്തനം നിമിത്തം അവൻ തന്റെ വസ്ത്രങ്ങളെല്ലാം പിച്ചി ചീന്തി ദൂരെ എറിയുന്നു. That's what the devil does. അതെ, അതാണ് പിശാച് ചെയ്യുന്നത്. He comes into somebody's life and makes them commit sin. അവൻ ആരുടെയെങ്കിലും ജീവിതത്തിൽ പ്രവേശിച്ച് അവരെ കൊണ്ട് പാപം ചെയ്യിക്കുമ്പോൾ He makes them lose their job, അവർക്ക് തങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നു. lose their family relationship and holiness, അവരുടെ കുടുംബ ബന്ധങ്ങൾ തകരുന്നു. വിശുദ്ധി നഷ്ടപ്പെടുന്നു. lose the money, അവർക്ക് പണം നഷ്ടപ്പെടുന്നു. destruction, നാശമുണ്ടാകുന്നു. makes them naked in the world. ദുഷ്ടനായ പിശാച് അവരെ ലോകത്തിൽ നഗ്നരാക്കി തീർക്കുന്നു. That's what happened to that man. അതാണ് ആ മനുഷ്യന് സംഭവിച്ചത്. And he would take the stones and hurt himself. അവൻ കല്ലെടുത്ത് സ്വയം വേദനിപ്പിക്കും. The devil makes the people who commit sin to take bribes and hurt them, പിശാച് ജനങ്ങളെ കൊണ്ട് പാപം ചെയ്യിക്കുന്നു. അവർ കൈക്കൂലി വാങ്ങുന്നു, സ്വയം to വേദനിപ്പിക്കുന്നു. drink and hurt themselves, അവർ മദ്യപിച്ച് സ്വയം വേദനിക്കുന്നു. to see immoral things on social media and hurt themselves. സോഷ്യൽ മീഡിയയിൽ അശ്ലീല ചിത്രങ്ങൾ കണ്ട് അവർ തങ്ങളെ തന്നെ വേദനിപ്പിക്കുന്നു. അതിനെല്ലാം കാരണക്കാരൻ പിശാചാണ്. To hurt other people and hurt themselves. അവർ മറ്റുള്ളവരെയും തങ്ങളെ തന്നെയും വേദനിപ്പിക്കുന്നു. The man was hurting himself. ആ മനുഷ്യൻ സ്വയം വേദനിപ്പിക്കുകയായിരുന്നു. No dress, അവന്റെ ശരീരത്തിൽ വസ്ത്രമുണ്ടായിരുന്നില്ല. blood flowing in his body. അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം He ഒഴുകിക്കൊണ്ടിരുന്നു. was living in the grave. അവൻ കല്ലറകളിലാണ് പാർത്തിരുന്നത്. People say, I have no home to live, ചിലർ പറയുന്നു, എനിക്ക് വീടില്ല, no job, ജോലിയില്ല, no family, കുടുംബമില്ല, I've lost everything. എനിക്ക് സകലതും നഷ്ടപ്പെട്ടിരിക്കുന്നു. This man was living in the grave. ഈ മനുഷ്യൻ കല്ലറകളിലാണ് പാർത്തിരുന്നത്. Nobody wanted him. ആർക്കും അവനെ ആവശ്യമുണ്ടായിരുന്നില്ല. Nobody wanted him.
ആർക്കും അവനെ ആവശ്യമുണ്ടായിരുന്നില്ല. Jesus came into his town. യേശുക്രിസ്തു അവന്റെ പട്ടണത്തിലേക്ക് വന്നു. The man ran to Jesus. ആ മനുഷ്യൻ യേശുവിന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. Jesus said, യേശു പറഞ്ഞു, "You devil, ദുഷ്ടപിശാചേ, you devil who has closed the door of blessing for this man, get out of him. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ വാതിൽ അടച്ചിരിക്കുന്ന പിശാചേ, ഇവനെ വിട്ടു പോകാം. Get out of him." ഇവനിൽ നിന്ന് നീ അകന്നു പോകാം. That is the power of Jesus. അതാകുന്നു യേശുക്രിസ്തുവിന്റെ ശക്തി. Jesus has destroyed the works of the devil. യേശു പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചിരിക്കുന്നു. On the cross he destroyed the works of the devil. ക്രൂശിൽ യേശുക്രിസ്തു പിശാചിന്റെ സകല പ്രവൃത്തികളെയും നശിപ്പിച്ചു. 1 John 3:8. 1 യോഹന്നാൻ 3:8 And the Bible says in Hebrews 2:14. എബ്രായർ 2:14 വേദപുസ്തകം വ്യക്തമായി പറയുന്നു, Jesus destroyed the power of Satan over death that he puts upon the people. മരണത്തിന്മേൽ പിശാചിനുണ്ടായിരുന്ന ശക്തിയെ കർത്താവായ യേശുക്രിസ്തു തകർത്തു കളഞ്ഞു. On the cross Jesus destroyed the works of the devil. കാൽവറി ക്രൂശിൽ യേശുക്രിസ്തു പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചു. He went through the darkness which the devil brings. പിശാച് കൊണ്ടുവരുന്ന അന്ധകാരത്തിലൂടെ യേശുക്രിസ്തു കടന്നുപോയി. That's why Jesus says അതുകൊണ്ടാണ് യേശു ഇപ്രകാരം പറയുന്നത്. in Mark 16 and 17. മർക്കോസ് 16:17 In my name. എന്റെ നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ നാമത്തിൽ You will drive devils. നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. You will drive devils. നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. You will drive നിങ്ങൾ devils. ഭൂതങ്ങളെ പുറത്താക്കും. When you say the name of Jesus as he comes into your heart, യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ യേശുവിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ devils will run. പിശാചുക്കൾ ഓടിപ്പോകും. And the door for my blessing will come into your life. എന്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള വാതിൽ നിന്റെ ജീവിതത്തിലേക്ക് വരും. Today has the devil brought fear in your heart? ഇന്ന് പിശാച് നിങ്ങളുടെ ഹൃദയത്തിൽ ഭീതി ജനിപ്പിച്ചിട്ടുണ്ടോ? My young people, are you full of fear in your heart about your future? എന്റെ യുവജനങ്ങളെ, ഭാവിയെക്കുറിച്ചുള്ള ഭീതിയാൽ നിങ്ങളുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നുവോ? No more devils. ഇനി പിശാചിന്റെ ഉപദ്രവം നിങ്ങൾക്കില്ല. You will never see the devils again. നിങ്ങൾ ഇനി പിശാചുക്കളെ ഒരിക്കലും കാണുകയില്ല. You will never see the evil spirits again. നിങ്ങൾ ഒരിക്കലും ദുരാത്മാക്കളെ ഇനി കാണുകയില്ല. That's why you need the spirit of Jesus within you. അതുകൊണ്ടാണ് യേശുവിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണമെന്ന് You പറയുന്നത്. have to read the word of God every day. നിങ്ങൾ അനുദിനവും ദൈവത്തിന്റെ വചനം വായിക്കണം. Read the Bible. വേദപുസ്തകം വായിക്കുവിൻ. Get filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയുവിൻ. Every morning as you do it, the devil can never touch you again. എന്നും പ്രഭാതത്തിൽ നിങ്ങളത് ചെയ്യുമ്പോൾ പിശാചിന് നിങ്ങളെ തൊടാനാവില്ല. Devil cannot lock your future. നിങ്ങളുടെ ഭാവിയെ പിശാചിന് ഒരിക്കലും ബന്ധിക്കാനാവില്ല. Holy Spirit will open the future for you. പരിശുദ്ധാത്മാവ് ഭാവി ജീവിതം നിങ്ങൾക്ക് വേണ്ടി തുറന്നു Holy തരും. Spirit will open God's plan of blessing for you. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പദ്ധതികൾ നിങ്ങൾക്ക് തുറന്നു തരും. Every day you will be more than a conqueror. ദിനം തോറും നിങ്ങൾ പൂർണ്ണജയം പ്രാപിച്ചവരായി മാറും. How many of you want the Holy Spirit? നിങ്ങളിൽ എത്ര പേർക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ട്? Raise your hands and say, I want the Spirit of Jesus. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയുവിൻ, എനിക്ക് യേശുവിന്റെ ആത്മാവിനെ വേണം. Hallelujah. ഹല്ലേലൂയ. Just 5 more minutes, I'm going to pray that the Holy Spirit will come upon you. ഇനി 5 നിമിഷം കൂടി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. He has already come. പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. Now he will overflow. ഇപ്പോൾ ആത്മാവ് നിങ്ങളിൽ നിറഞ്ഞു കവിയും. He will open the door of blessing for you. ആത്മാവ് അനുഗ്രഹത്തിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. The spirit of death is leaving you right now. മരണത്തിന്റെ ദുരാത്മാവ് ഇപ്പോൾ നിങ്ങളെ വിട്ടു പോകുന്നു. But the spirit of life is filling you. എന്നാൽ ജീവന്റെ ആത്മാവ് നിങ്ങളിൽ വന്ന് നിറയുന്നു. Many parents are praying for their children who are chased by the spirit of death. മരണത്തിന്റെ ദുരാത്മാവിനാൽ തുരത്തപ്പെടുന്ന മക്കൾക്ക് വേണ്ടി നിരവധി മാതാപിതാക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. Your children will rise up and become mighty in the land. നിങ്ങളുടെ മക്കൾ ഉയർച്ച പ്രാപിക്കും, അവർ ദേശത്തിൽ ബലപ്പെട്ടിരിക്കും. My dear young people, you will rise up and be a mighty vessel of honor in the world. എന്റെ യുവജനങ്ങളെ, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും, മാനപാത്രങ്ങളായി തീരും. Because Jesus is opening the door. കാരണം യേശു വാതിൽ തുറക്കുന്നു. He has won over death. യേശു മരണത്തെ ജയിച്ച കർത്താവാണ്. He will teach you every day. യേശു ദിനം തോറും നിങ്ങളെ പഠിപ്പിക്കും. Every day he will open the door. ദിനം തോറും യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി വാതിൽ
We are in the presence of the living God. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ്. Now the Holy Spirit is coming upon everybody. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും വരുന്നു. Open your heart. ഹൃദയം തുറക്കുവിൻ. And cry. ദൈവത്തോട് നിലവിളിക്കുവിൻ. Fill me with thy life-giving spirit, Lord. ദൈവമേ, അങ്ങയുടെ ജീവദായകമായ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. I want the Holy Spirit. എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. I don't want to be in the spirit of death. I want to be flowing with the spirit of life. എനിക്ക് മരണത്തിന്റെ ആത്മാവിലായിരിക്കേണ്ട ജീവൻ പകരുന്ന ആത്മാവിൽ വസിക്കണം. Now the Holy Spirit is coming into everybody. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും വരുന്നു. Open your mouth and cry to Jesus. നിങ്ങൾ വായ് തുറന്ന് യേശുവിനോട് നിലവിളിക്കുവിൻ. Now ഇപ്പോൾ തന്നെ your prayers are going to bring blessings, open doors of blessing for your whole life. നിങ്ങളുടെ പ്രാർത്ഥനകൾ ജീവിതത്തിന് മുഴുവൻ നിങ്ങൾക്ക് അനുഗ്രഹം പകരുവാൻ പോകുന്നു. Now the devils are leaving. ഇപ്പോൾ പിശാചുക്കൾ വിട്ടുപോകുന്നു. Headache devils are leaving. തലവേദന ഉണ്ടാക്കുന്ന പിശാചുക്കൾ വിട്ടുപോകുന്നു. Depression devils are leaving. നിരാശയ്ക്ക് കാരണക്കാരായ പിശാചുക്കൾ വിട്ടുപോകുന്നു. Oppression devils are leaving. വിഷാദത്തിന് കാരണക്കാരായ പിശാചുക്കൾ, Suicidal spirits are leaving. ആത്മഹത്യ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ദുരാത്മാക്കൾ വിട്ടുപോകുന്നു. Devils which bring fear in your heart is leaving. ഭയം സൃഷ്ടിക്കുന്ന ദുരാത്മാക്കൾ വിട്ടുപോകുന്നു. Come on, praise the Lord. വരൂ, ദൈവത്തെ സ്തുതിക്കുവിൻ. Open your mouth and say, Jesus, you are alive. വായ് തുറന്ന് പറയുവിൻ, യേശുവേ, അങ്ങ് ജീവിക്കുന്നു. I honor you. ഞാൻ അങ്ങയെ മാനിക്കുന്നു. Come into my heart. എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. Make me live. എന്നെ ജീവിപ്പിക്കണമേ. Fill me with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. Open your mouth and cry. വായ് തുറന്ന് ദൈവത്തോട് നിലവിളിക്കുവിൻ. Lord, Holy Spirit. കർത്താവായ പരിശുദ്ധാത്മാവേ, In the name of Jesus. യേശുവിന്റെ നാമത്തിൽ Enter into everyone's heart, Lord. എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമേ. Enter into everyone's spirit, Lord. എല്ലാവരുടെയും ആത്മാവിലേക്ക് പ്രവേശിക്കണമേ. Now I bind every evil spirit in Jesus' name. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സകല ദുരാത്മാക്കളെയും ഞാൻ ബന്ധിക്കുന്നു. You fear of death. മരണഭീതിയെ, You fear of men. മനുഷ്യ ഭയമേ, You fear. ഭയമേ, Come out in Jesus' name. യേശുവിന്റെ നാമത്തിൽ പുറത്തു വരിക. You fear of death. മരണഭയമേ, Come out in Jesus' name. യേശുവിന്റെ നാമത്തിൽ പുറത്തു വരിക. You fear of man. മാനുഷ ഭയമേ, Come out in Jesus' name. യേശുവിന്റെ നാമത്തിൽ പുറത്തു വരിക. Leave the hearts and spirit of everyone here. ഇവിടെയുള്ള എല്ലാവരുടെയും ആത്മാക്കളെയും ഹൃദയത്തെയും വിട്ട് പോകാം. Leave the heart of everyone who is watching right now. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളെ വിട്ട് പോകാം. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Lord, Holy Spirit. കർത്താവായ പരിശുദ്ധാത്മാവേ, Come in. വരേണമേ, Come in. വരേണമേ, Come in. വരേണമേ. Come into everybody. എല്ലാവരിലേക്കും Come വരേണമേ. on, open your mouth wide and cry. വരൂ, വായ് വിസ്താരത്തിൽ തുറക്കുവിൻ. Everybody say, Spirit of Jesus, fill എല്ലാവരും me. പറയുവിൻ, യേശുവിന്റെ ആത്മാവെ എന്നെ നിറയ്ക്കണമേ. Spirit of Jesus, fill me. യേശുവിന്റെ ആത്മാവെ എന്നെ നിറയ്ക്കണമേ. Spirit of Jesus, fill me. യേശുവിന്റെ ആത്മാവെ എന്നെ നിറയ്ക്കണമേ. God is filling you now. ദൈവം ഇപ്പോൾ നിങ്ങളെ നിറയ്ക്കുന്നു. Now. ഇപ്പോൾ, Now. ഇപ്പോൾ. Receive the Lord, Holy Spirit. കർത്താവായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. You are having a new mind right now. നിങ്ങൾക്കിപ്പോൾ പുതിയൊരു മനസ്സ് ലഭിച്ചിരിക്കുന്നു. A new spirit full of the Holy ഇപ്പോൾ Spirit. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു പുതിയ ആത്മാവിനെയും A new language, the language of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഭാഷയും നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. A new power, the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പുതിയ ശക്തിയും നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. Receive the Lord. ദൈവത്തെ സ്വീകരിക്കുവിൻ. Receive the Lord. ദൈവത്തെ സ്വീകരിപ്പിൻ. Receive Him. ദൈവത്തെ സ്വീകരിപ്പിൻ. Come on, open your mouth and say, Thank you, Jesus. വരൂ, വായ് തുറന്ന് യേശുവേ നന്ദി എന്ന് പറയുവിൻ. Thank you, Holy Spirit. പരിശുദ്ധാത്മാവേ നന്ദി. Thank you for coming into me. എന്നിലേക്ക് വന്നതിന് നന്ദി. Thank you, Lord. ദൈവമേ Thank you, നന്ദി. Lord. ദൈവമേ നന്ദി. He's filling you right now. ദൈവം ഇപ്പോൾ നിങ്ങളെ നിറയ്ക്കുന്നു. God's love is filling your heart right now. ദൈവസ്നേഹം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ If നിറയ്ക്കുന്നു. He makes you laugh, laugh. ദൈവം നിങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കുകയാണെങ്കിൽ If He പൊട്ടിച്ചിരിക്കുവിൻ. makes you clap your hands and rejoice, rejoice. ദൈവം നിങ്ങളെ കൊണ്ട് കൈകൾ അടിപ്പിക്കുകയാണെങ്കിൽ കൈകൾ അടിക്കുവിൻ. If He makes you cry, cry. ദൈവം നിങ്ങളെ കരയിക്കുകയാണെങ്കിൽ കരയുവിൻ. God is coming into everyone. ദൈവം എല്ലാവരിലേക്കും വരുന്നു. Praise Him. ദൈവത്തെ സ്തുതിക്കുവിൻ. Praise Him. ദൈവത്തെ സ്തുതിക്കുവിൻ. Praise Him. സ്തുതിക്കുവിൻ. Praise Him. സ്തുതിക്കുവിൻ. Rejoice. സന്തോഷിപ്പിൻ. Welcome the Holy Spirit. പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുവിൻ. Welcome the Holy Spirit. പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുവിൻ. Welcome Him in you. നിങ്ങളിലേക്ക് ആത്മാവിനെ സ്വാഗതം Thank ചെയ്യുവിൻ. you, Lord.
God. പിതാവേ നന്ദി, You are God. അങ്ങ് ദൈവമാകുന്നു. You are coming into us right now. അങ്ങിപ്പോൾ ഞങ്ങളിലേക്ക് വരുന്നു. You are coming into everyone right now. അങ്ങിപ്പോൾ എല്ലാവരിലേക്കും വരുന്നു. The little children, കൊച്ചു കുഞ്ഞുങ്ങൾ, the young people, യുവജനങ്ങൾ, the fathers and the mothers. മാതാപിതാക്കൾ, You are filling everybody, Lord. അങ്ങ് എല്ലാവരെയും നിറയ്ക്കുന്നു. Thank you, Lord. പിതാവേ നന്ദി, You are filling their homes, അങ്ങ് ഭവനങ്ങളെ നിറയ്ക്കുന്നു. filling their families, അങ്ങ് അവരുടെ കുടുംബങ്ങളെ നിറയ്ക്കുന്നു. filling their spirits, അങ്ങ് ആത്മാക്കളെ നിറയ്ക്കുന്നു. filling their jobs, അങ്ങ് അവരുടെ ജോലിയിൽ നിറയുന്നു. filling them right now. അങ്ങിപ്പോൾ അവരെ നിറയ്ക്കുന്നു. Thank you, Lord Jesus. യേശുവേ അങ്ങേക്ക് നന്ദി. Everybody let them be a new creature. എല്ലാവരും പുതിയ സൃഷ്ടികളായി മാറട്ടെ. No more fear. ഇനി ഭയമില്ല, No more fear. ഇനി ഭീതിയില്ല, No more fear. ഇനി ഭീതിയില്ല. Come on, clap your hands and praise the ഒരു Lord. കരഘോഷം മുഴക്കി ദൈവത്തെ സ്തുതിക്കുവിൻ. Praise the Lord. ദൈവത്തെ സ്തുതിക്കുവിൻ. Praise the Lord. ദൈവത്തെ സ്തുതിക്കുവിൻ. Praise the Lord. ദൈവത്തെ സ്തുതിക്കുവിൻ. Lord, bless them. കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ. Bless them in their spirit. ആത്മാവിൽ അവരെ അനുഗ്രഹിക്കണമേ. Let the children study very well from today. കുഞ്ഞുങ്ങൾ ഇന്നു മുതൽ നല്ലവണ്ണം പഠിക്കട്ടെ. Let them excel in their jobs. അവർ തങ്ങളുടെ ജോലിയിൽ ശോഭിക്കട്ടെ. Let them have all the money they need for their family in Jesus' name, provided by the Holy Spirit. കുടുംബത്തിന് ആവശ്യമായ സകല പണവും യേശുവിന്റെ നാമത്തിൽ അവർക്ക് ലഭിക്കട്ടെ. Those who need to get married, Holy Spirit, bring the right partner into their life. വിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവെ അനുയോജ്യരായ ജീവിത പങ്കാളികളെ Bless നൽകണമേ. the businesses, Lord. ദൈവമേ ബിസിനസ്സുകളെ അനുഗ്രഹിക്കണമേ. Financial blessing, സാമ്പത്തികമായ അനുഗ്രഹങ്ങളും great reward. വലിയ പ്രതിഫലവും. If the husband and the wife and children are fighting, today I send peace into every family. ഭാര്യയും ഭർത്താവും മക്കളും പരസ്പരം കലഹിക്കുകയാണെങ്കിൽ ഇന്ന് എല്ലാ ഭവനങ്ങളിലേക്കും ഞാൻ സമാധാനം അയക്കുന്നു. I command the separated husband and wife to unite in Jesus' name. വേർപിരിഞ്ഞ ഭാര്യയും ഭർത്താവും യേശുവിന്റെ നാമത്തിൽ വീണ്ടും ഒരുമിക്കട്ടെ. Let God's love come into the husband and wife. ദൈവസ്നേഹം ഭർത്താവിന്റെയും ഭാര്യയുടെയും ഹൃദയത്തിലേക്ക് Let them പ്രവേശിക്കട്ടെ. love each other. അവർ പരസ്പരം സ്നേഹിക്കട്ടെ. You spirit of depression, leave in Jesus' name. വിഭാഗീയതയുടെ ദുരാത്മാവെ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാം. You spirit of fear, leave in Jesus' name. ഭീതിയുടെ ആത്മാവെ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാം. I pray that the children and parents will unite together and love each other from today. കുഞ്ഞുങ്ങളും മാതാപിതാക്കളും പരസ്പരം ഒന്നു ചേർന്ന് പരസ്പര സ്നേഹത്തോടെ ജീവിക്കട്ടെ. Lord, those who do not have their own house, now I proclaim your blessing. Let them go with the blessing of a house in their life. പിതാവേ, ആർക്കെല്ലാം സ്വന്തമായി ഭവനമില്ലാതെ കഷ്ടപ്പെടുന്നുവോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവർക്ക് സ്വന്തമായി ഭവനം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Father, build their home. പിതാവേ, അവരുടെ ഭവനത്തെ കെട്ടി പണിയണമേ. Those ministries which do not have their own properties, give them buildings and properties to worship you in peace. സ്വന്തമായി വസ്തുവില്ലാത്ത ശുശ്രൂഷകൾക്ക് യേശുവിന്റെ നാമത്തിൽ പുതിയ കെട്ടിടങ്ങളും വസ്തുവും നൽകണമേ. അവർ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കട്ടെ. Lord, before this month ends, കർത്താവേ, ഈ മാസം അവസാനിക്കുന്നതിന് മുൻപ് do a miracle and get them out of debt and borrowing, Lord. ദൈവമേ, ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ. കടഭാരത്തിൽ നിന്നും വായ്പ വാങ്ങലിൽ നിന്നും അവർക്ക് വിടുതൽ In ലഭിക്കട്ടെ. the name of Jesus, യേശുവിന്റെ നാമത്തിൽ these are your children. ഇവർ അങ്ങയുടെ മക്കളാണ്. Resurrect them. ഇവരെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. Resurrect them. ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. Resurrect their ministries. അവരുടെ ശുശ്രൂഷകളെയും Resurrect their studies. അവരുടെ പഠനത്തെയും Resurrect their family life. അവരുടെ കുടുംബ ജീവിതത്തെയും Resurrect their jobs. അവരുടെ ജോലികളെയും Resurrect their bodies. അവരുടെ ശരീരങ്ങളെയും. Thank you for blessing us, Lord. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് നന്ദി. We give you all the glory. സകല മഹത്വവും അങ്ങേക്ക് കരേറ്റുന്നു. My friends, എന്റെ സ്നേഹിതന്മാരെ, this is the last prayer we are going to pray. ഇത് അവസാനത്തെ പ്രാർത്ഥനയാണ്. We believe that you are giving us this blessing, Lord. അങ്ങ് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം നൽകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. My friends, let's believe and say a big amen. എന്റെ സ്നേഹിത, നമുക്കിത് വിശ്വസിക്കാം. ഉച്ചത്തിൽ ആമേൻ പറയാം. ദൈവത്തിന് സ്തോത്രം കരേറ്റാം. Hallelujah. ഹല്ലേലൂയ. Let's receive every blessing. നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കാം. Shall we clap our hands and give Jesus all the നമുക്ക് glory? കരഘോഷം മുഴക്കി യേശുവിന് മഹത്വം Let's കരേറ്റാം. continue to praise the Lord. തുടർന്നും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിപ്പിൻ. Praise the Lord. ദൈവത്തെ Thank സ്തുതിച്ചുകൊണ്ടിരിപ്പിൻ. you, Jesus.